പ്രായപൂർത്തി എത്തുന്നതല്ലേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വസ്ത്രവിധാനം നടത്തുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരെ, കാലഘട്ടം മുസീബത്ത് നിറഞ്ഞതായ കാലഘട്ടമാണ്. 3 വയസ്സുള്ളതാകുന്ന പെൺകുട്ടിയെ കൊണ്ടുപോയി പരസ്യമായി പീഡിപ്പിച്ചതായ കാലഘട്ടമല്ലേ. അവളെ കൊണ്ടുപോയി കഴുത്ത് ധരിച്ചുകൊണ്ട് ചുമണകളഞ്ഞ് ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞതായ കേരളമല്ലേ. 3 വയസ്സുള്ള കുട്ടിയോട് പോലും കാമം തീർക്കുന്നതായ ജനവിഭാഗമല്ലേ. അതുകൊണ്ട് മക്കളുടെ സുരക്ഷിതത്വം ശ്രദ്ധിക്കണേ. പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യോൽപത്തിയുടെ കാലഘട്ടം മുതൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളും പഴക്കമുള്ളതാ. എടുത്ത് മാറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ആദർശങ്ങൾ എടുത്തു മാറ്റേണ്ട കാര്യമില്ല. ഈ കാലഘട്ടത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമായ മതമാണ്. ഈ അടുത്ത് തന്നെയല്ലേ എറണാകുളം ജില്ലയിലെ ആലുവയിൽ പോലും നമ്മൾ നേരെ കണ്ടതല്ലേ, ദർശിച്ചതല്ലേ, പാവപ്പെട്ടതാകുന്ന പെൺകുട്ടികളോട് പോലും വീടിനകത്തലങ്ങൾ ഉറങ്ങിക്കിടന്നതാകുന്ന പെൺകുട്ടികളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചുകൊണ്ട് കൊന്നുകളഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം ലോകത്തിന് സന്ദേശം വെളിച്ചമോതാതെ പോകുന്നത്? ആ ഇസ്ലാമിനെ പ്രതികൂട്ടിലാക്കി നിങ്ങൾ ചർച്ച ചെയ്യല്ലേ. ലോകത്ത് മുഴുവനും സംസ്കാരം പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. വസ്ത്രം കൊണ്ട് വസ്ത്രം ധരിച്ചു നടക്കുന്ന സ്ത്രീകളെ, നേരിയ വസ്ത്രവിധാനം നടത്തുന്ന പെണ്ണുങ്ങളെ, ഇടുങ്ങിയതാകുന്ന വസ്ത്രവിധാനം ധരിച്ചുകൊണ്ട് നടക്കുന്നതായ പെൺകുട്ടികളെ പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരെവിടെയാണ് എത്തുന്നതെന്നറിയുമോ? നരകത്തിലേക്കാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ അവരെ കണ്ടിട്ടില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള മോഡലുകളില്ലായിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായ ഈ കാഴ്ച ഇന്ന് നേർക്ക് നേരെ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുകയല്ലേ, ഈ സമൂഹത്തിൽ നാം ദർശിക്കുകയല്ലേ. മഇലാത്തുൻ മുമിലാത്തുൻ റൂസുഹുന്ന കാസിരിമത്തിൽ ബുഹത്തിൽ മഇലാ. ഒട്ടകത്തിന് പൂഞ്ഞ പോലെ അവരുടെ തലയുടെ കെട്ടുകൾ കെട്ടിവെച്ചിരിക്കുകയാ. മോഡലുകളായി നിലകൊള്ളുന്നതായ സഹോദരിമാരായി ഇന്നത്തെ തലമുറകൾ മാറിയില്ലേ. ശരീരത്തിന്റെ മാരടങ്ങളും ശരീരത്തിൻ്റെതാകുന്ന നിതംബങ്ങളും പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ജനമധ്യത്തിൽ അവഹേളനയുടെ വർത്തമാനമായി നടത്തവുമായി നടക്കുന്നവരല്ലേ. ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളും അളവലാവണ്യങ്ങളും പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കുക വിധത്തിലുള്ള വസ്ത്രവിധാനം നടത്തുന്ന മുസ്ലിം അംഗമാരില്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യദ്ഖുലുൽ ജന്നഹ ലാ യദ്ഖുലുൽ ജന്നഹ വലാ യജിദുന റീഹഹാ. സ്വർഗത്തിലേക്ക് കടക്കില്ലെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പറ്റൂല. കണ്ണൂർ ജില്ലയിലെ ഉളിയിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം അംഗമാരെ, ചെറുപ്പക്കാരികളെ, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് വിശുദ്ധമായ സംസ്കാരമാണ്, പരിശുദ്ധമായ ദീനാണ്. ഈ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളണേ, ഇല്ലെങ്കിൽ ആഖിറം നഷ്ടമാണ്. അവസാന കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് കൈവെള്ളയിലേക്ക് തീക്കനൽ വെക്കുന്നതിനേക്കാൾ പ്രയാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിക മൂല്യങ്ങളും ഇസ്ലാമികമാകുന്ന ആദർശങ്ങളും ഇസ്ലാമിന്റെ വിശുദ്ധിയും പരിപൂർണമായി കാത്തു സംരക്ഷിക്കുന്ന പെണ്ണുണ്ടോ, നിനക്കുള്ളതാണ് സ്വർഗം, നിനക്കുള്ളതാണ് പവിത്രമായ സ്വർഗം. ആ രീതിയിൽ ജീവിച്ചത് കൊണ്ടാണ് ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് എത്തിയത്. അസ്മാ
ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ കൂട്ടുകാരിയാണ് ഫാത്തിമ, മുത്തുനബിയുടെ മകളാകുന്ന ഫാത്തിമ. ഞാൻ ചെല്ലുമ്പോ പൊട്ടിക്കരയുകയാണ്. എന്തിനാണ് ഫാത്തിമ? ആയുബിക്കി യാ ഫാത്തിമ, എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളല്ലേ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവളല്ലേ, എന്തിനാണ് പൊന്നുമോളെ കരയുന്നത്? ഫാത്തിമ ബീവി പറയുകയാണ്, എന്റേതാകുന്ന മയ്യത്ത് കട്ടിൽ കണ്ടിട്ടാണ് കരയുന്നത്. ഈ കാലഘട്ടത്തിലെ മയ്യത്ത് കട്ടിലിന്റെ രൂപമോർത്തിട്ടാണ് കരയുന്നത്. മയ്യത്ത് കട്ടിൽ നമ്മുടെ ഇന്നത്തെ മയ്യത്ത് കട്ടിൽ പോലെയല്ല. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ സ്ട്രക്ചർ ഉണ്ട്, നേരെ കൊണ്ടുവന്ന് കടത്തി 4 പേര് അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് പിടിച്ചിട്ട് കൊണ്ടുപോകും. ഒറ്റപ്പലക, ആ ഒറ്റപ്പലകയുടെ മുകളിലാണ് കിടത്തി കൊണ്ടുപോകും. മയ്യത്ത് കട്ടിലതാ. പിന്നീടാണ് എന്ത് വന്നത്? മറയുള്ള മയ്യത്ത് കട്ടിൽ വന്നിട്ട് ചുറ്റും മറച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നുള്ള മയ്യത്ത് കട്ടിലതാ. അത് സൗദിയിലേക്ക് ആദ്യം വരുന്നത്, മക്കയിലേക്ക് ആദ്യം വരുന്ന ആർക്കാണ്? ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആദ്യം അവരെ പറഞ്ഞു, എന്റെ മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. കാരണം ഈ ഒറ്റപ്പലകയുടെ മേളിൽ നാളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഈ ഫാത്തിമയെ കൊണ്ടുവന്ന് കടത്തുമ്പോൾ ആ മയ്യത്ത് കട്ടിൽ തൂക്കി ആളുകൾ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കും. എന്തായാലും നോക്കുമ്പോൾ ആളുകൾ പറയും, ആ ഫാത്തിമ ബീവിയുടെ നീളം ഇത്രയായിരുന്നു, വണ്ണം ഇത്രയുണ്ട് എന്ന് കണക്കാക്കപ്പെടാൻ കാരണമായി തീരും. ഞാൻ ഇതുവരെ എന്റെ നഗ്നത അതുപോലെ മറച്ചു നടന്നതാ. അത് ഓർത്തിട്ടാണ് എനിക്ക് വിഷമം വന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. നമ്മളാണെങ്കിലോ തുണി തുറന്നിട്ടാണ് നാം കുഴപ്പമില്ല. ആ ഒറ്റക്കെട്ടിൽ കിട്ടും ഉസ്താദ് ചോദിച്ചു നടക്കുന്ന തലമുറയാണ് ഇന്നത്തെ തലമുറ. അല്ലാഹു നമ്മളെ കാക്കണം. ഇന്നത്തെ തലമുറ സ്വർഗീയ